വിഡ്ഢികളായ ആളുകൾ അഹ്ലുസുന്നത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നേർച്ചകളുമായി ഒരു പ്രത്യേകമായ ഇസ്ലാം അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത് കാണുന്നു. ഇതിനെ വിമർശിക്കുമ്പോൾ അവര് ഔലിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ്, അവരമ്പിയാക്കളോട് ബഹുമാനമില്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയും ബഹുമാനമുള്ള ഞങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ശരിയെന്ന് ജനങ്ങളെ മുമ്പിൽ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ ഞങ്ങൾക്ക് അനിവാര്യമായതുകൊണ്ട് ക്യാമ്പയിനുകളും മറ്റുമായി CD പ്രദർശനത്തിലൂടെയും അതിന്റെ വിഷയങ്ങളുമായി ഞങ്ങൾ മുന്നേറുമ്പോൾ അനാചാരമായ കാര്യമായിട്ട് നേർച്ചയുടെ പേരിൽ നിങ്ങൾ നടത്തുന്നതിനെ വിമർശിക്കുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഓരോ ഔലിയാക്കളുടെ പേരിൽ, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ, സുലൈമാൻ നബിന്റെ പേരിൽ ഇങ്ങനെ കോഴിയും അതുപോലെ മറ്റ് ആടും പോത്തും മൂരിയും ഇങ്ങനെയൊക്കെ ഓരോന്ന് നേർച്ചയാക്കുന്ന ഒരു തെയ്യറി. നേർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മശാസ്ത്രം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പല ഗ്രന്ഥങ്ങളിലും നേർച്ച അള്ളാഹുവിനെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണും. ഈ അടിസ്ഥാനത്തിൽ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. സമൂഹത്തെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പാവപ്പെട്ട സുന്നി സമൂഹത്തെ മതഭ്രഷ്ടരാക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് നേർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നേർച്ച എന്നാൽ എന്ത്? ഇസ്ലാം അംഗീകരിക്കുന്ന നേർച്ച കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ത് എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന പക്ഷം ഈ ചോദ്യം തന്നെ അപ്രസക്തമാവുകയാണ്. നമുക്കറിയാം, നേർച്ച എന്നതിന്റെ ഡെഫിനിഷൻ ഇൽത്തിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ റഷീദിൻ ഖുർബതൻ ലം തതഅയ്യൻ, ഒരൈച്ഛികമായ സുന്നത്തായ ഒരു കാര്യത്തെ പ്രവർത്തിക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞ എടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കുന്നു, ഞാനൊരു സുന്നത്ത് നോമ്പെടുക്കാൻ നേർച്ചയാക്കുന്നു, ഞാൻ ഖുർആൻ ഓതാൻ നേർച്ചയാക്കുന്നു, ഞാൻ സുന്നത്തായ മറ്റൊരു കാര്യം ചെയ്യാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി തീരുകയാണ്. അപ്പോൾ ഇസ്ലാം സുന്നത്തായി അംഗീകരിക്കപ്പെടുന്ന, പുണ്യമായി അംഗീകരിക്കപ്പെടുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ ഇതിന്റെ പരിധിയിൽ വരികയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സദഖ കൊടുക്കുക, മഹാന്മാരുടെ പേരിൽ സദഖ കൊടുക്കുക എന്നത്. നമുക്കറിയാം,
മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് എന്റെ ഉമ്മ വഫാത്തായിട്ടുണ്ട്, ഞാൻ എന്താണ് അവരുടെ പേരിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരു കിണർ കുഴിച്ചുകൊണ്ട് സദഖ കൊടുക്കാൻ വേണ്ടിയാണ്. വെള്ളം മരിച്ചവരുടെ പേരിൽ സദഖയായി കൊടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കത്തിൽ ആ സഹാബി ചെയ്തത് ഹാദിഹി ലി ഉമ്മി സഅദ്, ഒരു കിണർ കുഴിച്ചുകൊണ്ട് ഇത് ഉമ്മു സഅദിന് ഉള്ളതാണ്, ഇത് സഅദിന്റെ ഉമ്മാക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഒരു കിണർ കൊടുക്കുകയുണ്ടായി. ഏതുപോലെ സാധുക്കളായ നമ്മളൊക്കെ ഈ കോഴി മൊഹീദ്ദീൻ ശൈഖിനുള്ളതാണ് എന്ന് പറയുന്നത് പോലെ. എന്താണ് കാരണം? മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒരു കോഴിയെ നാം അറുക്കുന്നു, മൊഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നാം ഖുർആൻ പാരായണം നടത്തുന്നു, മൊഹീദ്ദീൻ ശൈഖിന്റെ ഖബർ നാം സിയാറത്ത് ചെയ്യുന്നു. ഇതുപോലെ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മായുടെ പേരിൽ ഏതൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അന്ന് കിണർ സമർപ്പിച്ചതെങ്കിൽ അതേ ഉദ്ദേശം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പേരിൽ മാത്രം അറുത്തുകൊണ്ട് ആ മൊഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറയാനും ആ മൊഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹിന് വരുന്ന ആളുകൾക്ക് ദാനം ചെയ്യാനും വേണ്ടി നാം കോഴിയെ അറുക്കുന്നു. ഈ കോഴിയെ അറുക്കുന്ന, അതല്ലെങ്കിൽ മാട്ടിനെ അറുക്കുന്ന, അതല്ലെങ്കിൽ അതുപോലെയുള്ള സുന്നത്തായി ഇസ്ലാം കൽപ്പിച്ച സദഖ ദൃഢപ്രതിജ്ഞയോടുകൂടെ നടത്തുമ്പോൾ മാത്രമാണ് നേർച്ചയായി തീരുന്നത്. അപ്പൊ നാം ചെയ്യുന്നത്, നാം പ്രവർത്തിക്കാനുള്ളത്, ഈ കോഴിയെ അറുക്കുമ്പോൾ, ഈ പശുവിനെ അറുക്കുമ്പോൾ, ഈ കാളയെ അറുക്കുമ്പോൾ ഇത് മൊഹീദ്ദീൻ ശൈഖിന്റെ മദ്ഹ് പറയാനും, മദ്ഹ് പറയുക എന്നതൊരു പുണ്യകർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന അംബിയാ ഇബാദ, സുലൈമാൻ നബി ആവട്ടെ അല്ലാത്ത നബി ആവട്ടെ അംബിയാക്കളുടെ മദ്ഹ് പറയുന്ന ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന ഗഫാറ, മഹാരഥന്മാരുടെ മദ്ഹ് പറയുക എന്നുള്ളത് ദോഷത്തെ ചെറുപ്പിക്കാനുള്ളതാണ്. അപ്പോൾ മഹത്തായ പുണ്യകർമ്മം, അതുപോലെ മഹത്തായ മറ്റൊരു പുണ്യകർമ്മമായ സദഖ, ഇത് രണ്ടും സമന്വയിപ്പിച്ചതാണ് ഈ മഹാരഥന്മാരുടെ പേരിൽ ചെയ്യുന്ന ഈ പ്രവർത്തനം. ആ സുന്നത്തായ കർമ്മത്തെ തൂർത്തപ്പെടുത്തുന്നത് കൊണ്ടാണത് നേർച്ചയായി തീരുന്നത് എന്ന് ചോദ്യകർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നു. മദ്ഹ് പറയുന്ന സംബന്ധിച്ചൊന്നും ആരും ഇവിടെ ചോദിച്ചിട്ടില്ല.